എടാ മോനെ എന്ന ആവേശത്തിലെ രംഗൻ്റെ ഡയലോഗ് കേട്ടിട്ടില്ലേ? മലയാളികൾ അത് മറന്നിട്ടില്ല. അപ്പോഴാണ് വീണ്ടും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു 10-35 വർഷം പഴക്കമുള്ള ഒരു മോൻ്റെ റോഡ് വീണ്ടും വൈറലാകുന്നത്. വെറും മോനല്ല, എൻ്റെ മോൻ്റെ റോഡ്. ഒരു 10-35 വർഷം മുമ്പാണ് ഇങ്ങനൊരു പേര് വന്നത്. എൻ്റെ മോൻ്റെ റോഡാണ്. അത് ഏത് റോഡാണ്? പിന്നെ ഇത് ഭയങ്കര ഫേമസ് പേരല്ലേ? എൻ്റെ ഒരു സുഹൃത്താണ് ഇതിൻ്റെ പേരിങ്ങനെ ഇട്ടത്. അജിയാണ് എഴുതിയെന്നാണ് അറിവ്. ഗൂഗിളൊക്കെ അടിച്ചാൽ എൻ്റെ മോൻ്റെ റോഡേ വരും. ഇത് എൻ്റെ മോൻ്റെ റോഡാ എന്ന് പറയാറുണ്ട്. എല്ലാവരുടെ മോൻ്റെ റോഡ്, പിന്നെ ഒരാളുടെ മോൻ്റെ റോഡ് പറ്റില്ല. ഒരു വെറൈറ്റി പേരല്ലേ. കളമശ്ശേരി നഗരസഭയിലെ കൂനന്തൈ ഡയറി മേത്താനം റോഡിലാണ് എൻ്റെ മോൻ്റെ റോഡ്. ഏകദേശം 3.5 പതിറ്റാണ്ട് പ്രായമുള്ള ഈ റോഡിനെ കുറിച്ച് പറയപ്പെടുന്ന കഥകളാകട്ടെ ദാ ഇങ്ങനെയൊക്കെയാണ്. ആ ചേച്ചിയുടെ ഒരു മകനാണ് തമ്പി. അവനെ കുറിച്ചാണ് ആ ചേച്ചി എപ്പോഴും പറയുക, അത് എൻ്റെ മോൻ്റെ വഴിയാണ്, എൻ്റെ മോൻ്റെ വഴിയാണെന്ന് സാധാരണ പറയാറുണ്ടായിരുന്നു. പിന്നീട് ഇതിന് റോഡിനൊരു പേരിടേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, അത് അന്ന് ആ പേര് തന്നെ കിടക്കട്ടെ, എൻ്റെ മോൻ്റെ റോഡ്. അങ്ങേറ്റത്തൊരു 3 വീട്ടിൽ ഒരാൺമക്കൾ വെച്ചുള്ളൂ. ജലീൽ, സലാം, ജയകുമാർ. അവരെ 3 പേരെ മക്കൾ അമ്മമാർ വന്ന് അന്വേഷിക്കും, എൻ്റെ മോനെ കണ്ട, എൻ്റെ മോനെ കണ്ട. അങ്ങനെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ആദ്യം പച്ചിലയിൽ എഴുതി വെച്ചാണ്. പിള്ളേർ കളിയായിട്ട് എൻ്റെ മോൻ അന്വേഷിച്ച് വരണം. അമ്മമാരെ അന്വേഷിക്കുമല്ലോ, ഓരോ മക്കളെ അന്വേഷിച്ച് വരുമല്ലോ, എൻ്റെ മോൻ എന്തിയെന്ന്. അങ്ങനെ വന്നതാണ് എൻ്റെ മോൻ്റെ റോഡ്. എല്ലാവരും വന്ന് ഫോട്ടോ എടുത്തിട്ട് പോവല്ലാണ്. എൻ്റെ മോൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ചെറിയൊരു വഴിത്തർക്കമായിട്ട് തുടങ്ങിയതാണ് അത്. അവസാനം അതിങ്ങനെ ആയത്. അന്ന് കലങ്കിൻ മുകളിൽ ചർച്ചയ്ക്കിരുന്ന ചെറുപ്പക്കാർക്കിടയിൽ എൻ്റെ മോൻ്റെ റോഡ് സംസാര വിഷയമാകുന്നു. ചുവരിൽ ആ പേരെഴുതുന്നു. വഴിത്തർക്കമോ തമാശയ്ക്ക് എഴുതിയതോ? എൻ്റെ മോൻ്റെ റോഡ് പിന്നീട് സീരിയസ് ആയി നഗരസഭയും ഏറ്റെടുത്തതോടെ ആ പേര് ഔദ്യോഗികമായി രേഖകളിലും കുറിക്കപ്പെട്ടു. കേട്ടില്ലേ? അങ്ങനെ പറഞ്ഞു നടന്ന് ഇപ്പോൾ ഗൂഗിൾ മാപ്പിന് പോലും എൻ്റെ മോൻ്റെ റോഡ് സുപരിചിതമായി കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അമൃത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.